എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു പുഡിങ്ങാണ്, സ്ട്രോബെറി പുഡിങ്. ഈ പുഡിങ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന പുഡിങ്ങാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഗസ്റ്റ് വന്നാലും നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കാം. അവരിൻ്റെ റെസിപ്പി ചോദിക്കും, അതുപോലെ അവർ ഭയങ്കരമായിട്ട് അഭിപ്രായം പറയും. കാരണം അത്രയ്ക്കും ടേസ്റ്റുള്ള പുഡിങ്ങാണ്. ഞാൻ ഇത് 19 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. കാരണം ഞാൻ ഒരു പാർട്ടിയിൽ ഉണ്ടാക്കിയ പുഡിങ്ങാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ടേസ്റ്റ് എത്രമാത്രം എന്നുള്ളതല്ലേ. പക്ഷേ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാവുന്ന അളവ് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ അളവായിട്ട് ഈ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് ഗ്ലാസ്സാണോ അത് നമുക്ക് എടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിലോട്ട് 5 ഷാഷെ ജലാറ്റിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഷാഷെ ജലാറ്റിൻ എന്ന് പറഞ്ഞാൽ 10 ഗ്രാമാണ്. അങ്ങനെ 50 ഗ്രാം ജലാറ്റിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണല്ലോ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് ഒരു സാഷെ ജലാറ്റിൻ, 10 ഗ്രാം ജലാറ്റിൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ 2 കപ്പ് പാലെടുക്കുന്ന അളവിലെടുക്കുക. അപ്പം 2 സാഷെ ജലാറ്റിൻ എടുക്കുക, 1/2 കപ്പ് വെള്ളത്തിൽ അത് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ ഇത് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം കുറച്ച് തിക്കായിപ്പോയി. അതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതായിട്ടിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. വേറെ ഒരു പാത്രത്തിലോട്ട് ഞാൻ 5 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. ഫുൾ ഫാറ്റിൻ്റെ പാലാണ് ഞാനിവിടെ എടുക്കുന്നത്, കട്ടി കൂടിയ പാല് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 ഗ്ലാസ് പാലിന് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് പാലെടുക്കുക. മുമ്പ് പറഞ്ഞതുപോലെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 സാഷെ ജലാറ്റിൻ കലക്കി എടുത്ത് വെക്കുക കേട്ടോ. പാലടപ്പത്ത് വെച്ച് നല്ലതായിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. തിളച്ച് വരേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് ചൂടായി വന്നാൽ മാത്രം മതി. പാല് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മുകളിൽ കൂടെയൊക്കെ ആവി വരുന്ന ഒരു പരുവില്ലേ, ആ ഒരു പരുവ് ആയി വരുമ്പോൾ തീ ഫുൾ കുറച്ച് വെക്കുക. ഇതിലോട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 450 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇടുക, ബാക്കി പഞ്ചസാര ഇടുക. പഞ്ചസാര മാത്രം ഇട്ട് കഴിഞ്ഞാൽ എത്രമാത്രം ടേസ്റ്റ് കൂടുതൽ കിട്ടും എന്നെനിക്കറിയില്ല. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്നത്. നിങ്ങൾ 2 ഗ്ലാസ് പാല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 250 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളിതിൻ്റെ മധുരം നോക്കുക. മധുരം വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയോട് ആഡ് ചെയ്യുക. നമ്മൾ കലക്കി വെച്ചിരുന്ന ജലാറ്റിനാണ് നല്ലതായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ആ ജലാറ്റിനും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജലാറ്റിൻ നല്ലതായിട്ട് ഇതിൽ അലിഞ്ഞങ്ങ് ചേരും. അങ്ങനെ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ ഇത് തിളപ്പിക്കുകയോ ചൂടാക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്കിതിനെ അടപ്പത്തുനിന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. പാല് നല്ലതായിട്ട് തണുത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിലോട്ട് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമോ നിങ്ങൾക്ക് ക്രീമോ ഇതിലോട്ട് യൂസ് ചെയ്യാം കേട്ടോ. ക്രീമും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ക്രീം അങ്ങനെ അലിഞ്ഞ് വരുത്തൊന്നുമില്ല, ക്രീം ഇങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ 50 പേർക്ക് സെർവ് ചെയ്യാനുള്ളതായതുകൊണ്ട് 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ഗ്ലാസിൻ്റെ പാല നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ്, 100 ഗ്രാം ക്രീം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് നമുക്കിതിനെ അടിച്ചെടുക്കണം. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മിക്സിയുടെ ജാർ ഒന്നിച്ച് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു 5 ട്രിപ്പായിട്ടാണ് ഇതിനെ അടിച്ചെടുക്കുന്നത്. കാരണം ഇത് പാലായതുകൊണ്ട് ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട് മിക്സിയുടെ ജാറിൽ നിന്ന്. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് നല്ലതായിട്ട് നമുക്കിതിനെ അടിച്ചെടുക്കാം. ഏത് ട്രെയിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ട്രെയിലോട്ടാണ് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങ് തിക്കായിട്ട് ഇത് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലിൽ തന്നെ ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു ക്ലിങ് ഫിലിം വെച്ച് നമുക്കിതിനെ കവർ ചെയ്യാം. എന്നിട്ട് ഒരു 3 മണിക്കൂർ നമുക്ക് ചിൽ ട്രേയിൽ ഇതിനെ സെറ്റ് ആവാനായിട്ട് വെക്കാം. 3-4 മണിക്കൂർ നമുക്കിതിനെ സെറ്റ് ആവാനായിട്ട് വെക്കണം. ഞാനിവിടെ 2 പുഡിങ് ട്രേയിലും പിന്നെ വേറെ ഒരു പാത്രത്തിലുമാണ് ഇത് സെറ്റ് ആവാൻ വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗ് ലെയർ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി സ്ട്രോബെറിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 21 സ്ട്രോബെറി ഞാൻ കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ചെറിയ പീസായിട്ട് സ്ട്രോബെറി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് സ്ട്രോബെറി ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് വലിയ പീസായിട്ട് തന്നെയാണ് സ്ട്രോബെറി ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ട്രോബെറിയുടെ ഞെടുപ്പിൻ്റെ ഭാഗം വൈറ്റ് പോർഷൻ കാണും, അതെടുക്കേണ്ട ആവശ്യമില്ലാത്ത കളയണേ. സ്ട്രോബെറി എല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. സ്ട്രോബെറി നമുക്ക് ഗ്യാസിലോട്ട് മാറ്റാം. എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. അടച്ച് വെച്ച് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അടപ്പ് മാറ്റാം. എന്നിട്ടൊന്ന് ഇളക്കി നോക്കാം. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 5.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നോക്കിയെടുക്കുക. ചില സ്ട്രോബെറിക്ക് നല്ല പുളിയായിരിക്കും,
ആയിരിക്കും. ചില സ്ട്രോബെറിക്ക് അത്യാവശ്യം മധുരം കാണും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന് കഴിയുമ്പോൾ തന്നെ അടപ്പ് മാറ്റുക. പിന്നെ 1 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ശരിക്കും വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ 2 കപ്പ് പാലിന് ഈ സ്ട്രോബെറി എടുക്കുന്നെങ്കിലും ഇത്രയും അളവ് തന്നെ എടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം ഞാൻ ഈ സ്ട്രോബെറിക്കകത്ത് വേറൊരു സംഭവം ചേർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ. പിന്നെ ഈ സ്ട്രോബെറി തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് ഞാനൊരു സംഭവം ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചേർക്കുന്നത് അമേരിക്കൻ ഗാർഡൻ്റെ ടോപ്പിംഗ് ആൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞ ചെറിയാണ് ഞാൻ ചേർക്കുന്നത്. ഈ ടോപ്പിംഗ് ആൻഡ് ഫില്ലിങ്ങിന് നിങ്ങൾ അമേരിക്കൻ ഗാർഡൻ്റെ കമ്പനീനെ മേടിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി മേടിക്കാം. ഇതിനകത്ത് ഇങ്ങനെ ചെറി ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സ്ട്രോബെറി മേടിക്കാം, ബെറി മേടിക്കാം, അതുപോലെ ഇതുപോലെ ചെറി മേടിക്കാം. ബെറി ആണെങ്കിൽ നിങ്ങൾ സ്ട്രോബെറിയുടെ ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യില്ല കേട്ടോ, അത് ബെറിയിൽ തന്നെ നിങ്ങൾ ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്ട്രോബെറിയും ഇതും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ 50 പേർക്ക് കൊടുക്കാനുള്ള ഫില്ലിങ് ഇത് റെഡിയാവും. അതാ പറഞ്ഞേ. ഇപ്പോൾ ഈ സംഭവം മേടിക്കാൻ കിട്ടാത്ത സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ നിങ്ങളപ്പം ഈ ടോപ്പിങ്ങിൽ വെക്കുന്ന ഈ ഒരു ചെറിയ സംഭവം മേടിക്കേണ്ട, നിങ്ങൾ സ്ട്രോബെറിയിൽ മാത്രം ചെയ്യുക. ഇപ്പം പുറം രാജ്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് മേടിക്കാൻ കിട്ടും. അവർ ഈ ടോപ്പിങ്ങിന് കിട്ടുന്ന സംഭവം മാത്രം ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്താൽ മതി. നമുക്ക് പുഡിങ്ങിൻ്റെ ആ സെറ്റ് വെച്ചത് നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു 4-5 മണിക്കൂർ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഈ മേളിലോട്ട് ഈ നമ്മൾ വെച്ച് ടോപ്പിങ്ങിൻ്റെ ലെയർ ചെയ്തില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് ഹൈറ്റിൽ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് എല്ലായിടും നിരത്തി ഇട്ട് കൊടുക്കുക. അത്രയും മാത്രം മതി. ഞാൻ അതിനാണ് നേരത്തെ പറഞ്ഞത്, സ്ട്രോബെറി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പീസായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ എനിക്ക് ഇതിൽ ചെറിയ ഉള്ളത് കൊണ്ട് അതിങ്ങനെ പീസായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെറിയുടെ ഈ സംഭവം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഈ ടോപ്പിങ്ങിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സ്ട്രോബെറി ഈ വിളയിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട. ഇത് കിട്ടുന്ന സ്ഥലങ്ങളിൽ അത് മാത്രം മേടിക്കുക, മേളിൽ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറോടെ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചാൽ മതി. സ്ട്രോബെറി ഒന്നും നിങ്ങൾക്കിപ്പോൾ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കണമെന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ജാം മേടിക്കാം, അതല്ലെങ്കിൽ മിക്സ് ഫ്രൂട്ട് ജാം മേടിക്കാം. മേടിച്ചിട്ട് ജാം ഒരു പാത്രത്തിലോട്ടിടുക, നല്ലതായിട്ട് സ്പൂൺ വെച്ച് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ജാം നല്ലതായിട്ട് ലൂസായി കിട്ടും. ആ ജാം നിങ്ങൾ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ വിളയിച്ച ചെറി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്തിട്ട് കഴിയുമ്പം ഈ ഒരു ടേസ്റ്റ് കിട്ടും. ഇത്രയും ഒരു ടേസ്റ്റ് വരത്തില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാൻ പുഡിങ് 1 മണിക്കൂറോടെ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ലെയറായിട്ടാണ് കിട്ടുന്നത്. അടിഭാഗം മൊത്തം നല്ല വൈറ്റ്, മുകളിൽ നല്ല റെഡ് കളർ. ഇപ്പോൾ നമ്മൾ ഈ കഴിക്കുമ്പോൾ അടിഭാഗത്ത് നല്ല മധുരമാണ്, മുകളിൽ ചെറിയൊരു പുളിയും ആ ഒരു മധുരവും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ മിക്കപ്പോഴും ഗസ്റ്റ് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ അതിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ജാം പോലെ ഇത് ഒലിച്ചിറങ്ങി വരും, ഇതിൻ്റെ ജെല്ലി പോലെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ സ്റ്റെപ്പുകൾ അതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലയോ, ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് പോർഷനും ഈ ചെറിയുടെ ഈ ഐറ്റംസും കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ജാമാണ് എന്താണെങ്കിലും അതും കൂടെ ചേർത്തിട്ട് കഴിക്കണം. അന്നേരമാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നത് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. സന്തോഷവും സമാധാനവും ആരോഗ്യവും അതുപോലെ സമൃദ്ധിയുമുള്ള അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.